ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ എക്സ്യൂമ എന്ന് പറഞ്ഞ കൊറിയൻ മൂവി കാണാൻ വേണ്ടി വരണം. ഇന്ന് ഞങ്ങളുടെ കസിൻ കുഞ്ഞനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്ക്രീൻസ് എല്ലാം ഉണ്ടോ, സ്ഥിരം കയറണം തിയേറ്റർ, വയലറ്റ് തിയേറ്റർ. H8-9-10 ഉണ്ട് അപ്പോൾ ഞങ്ങളെടുത്ത്. ഗൈസ്, ഇതാണ് സ്ക്രീൻ 6. ഇവിടെ ആയിരുന്നു ഞങ്ങളിപ്പോൾ കണ്ട സിനിമ കാണണ്ട കേട്ടോ. ഇത് ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനായിരുന്നു. എക്സ്ഹ്യൂമ സൗത്ത് കൊറിയയിൽ ഈ സിനിമ മാർച്ചിൽ ഇറങ്ങിയതാണ്. ഇപ്പോൾ ട്രെയിൻ ടു ബുസാൻ എന്നുള്ള സിനിമയുടെ റെക്കോർഡുകളൊക്കെ ഭേദിച്ചിരിക്കുകയാണ് സൗത്ത് കൊറിയയിൽ ഈ സിനിമയെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. ട്രെയിൻ ടു ബുസാൻ എന്നെ സംബന്ധിച്ച് കൊറിയൻ മൂവീസിൽ തന്നെ എനിക്ക് ഭയങ്കര വലിയൊരു സ്ഥാനമുള്ള സിനിമയാണ്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നടൻ ദി മച്ചൻ നമ്മുടെ ഓൾഡ് ബൈയും ഐസ് ഓഫ് ദ ഡെവിളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടനാണ്. ഈ രണ്ട് സിനിമയും കണ്ടാൽ അറിയാം പുള്ളിയുടെ റേഞ്ച് എന്താണെന്നുള്ളത്. വേറെ ലെവൽ ആക്ടിംഗ് ആണ് പൊതുവേ പുള്ളിയുടെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ പോകാൻ കാരണം ആയിട്ട് പ്രേരിപ്പിച്ചത്. പിന്നെ ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ സിനിമയും കൂടിയാണ്. ട്രെയിലർ ഞാൻ കണ്ടിട്ടാണ് പോയത്. ട്രെയിലർ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് പോയത്. പടം കൊറിയനിലാണുള്ളത്. ഇംഗ്ലീഷ് ഡബ്ബോ ഒന്നുമില്ല. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു PVR ഫോർമോളിൽ. എനിക്ക് പടം പോക്കായി. ഇത് ഒരു മൾട്ടി ലാംഗ്വേജ് സിനിമയും കൂടിയാണ്. ഇതിനകത്ത് ഇടക്ക് ഇംഗ്ലീഷ് പറയും, ഇടക്ക് വേറൊരു ലാംഗ്വേജ് പറയുന്നുണ്ട്. ആ ലാംഗ്വേജ് ഏതാണെന്നുള്ള പറയാൻ കുഴപ്പമൊന്നുമില്ല. ജാപ്പനീസാണ് ഇടക്ക് പറയുന്നത്. ഈ സിനിമയുടെ സ്കോറ് പൊതുവെ ഒരു കൊറിയൻ ഒരു ടൈപ്പ് സ്കോറല്ല, ഒരു ജാപ്പനീസ് ഒരു കിഡിലൻ സ്കോറാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്കോറ്. ഗോസ്റ്റ് ഓഫ് സുഷിമ എന്ന് പറഞ്ഞ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചില കിഡിലൻ സ്കോറുകളൊക്കെ ഉണ്ട്. ഒരു പക്ക ഒരു ഷാവലിൻ അല്ല, ഒരു അങ്ങനത്തെ ഒരു സാധനമാണ്. ഒരു ജാപ്പനീസ് രീതിയിലുള്ള ഒരു സ്കോറാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് സാമുറൈ ജാക്കില്ലേ, അതിലേക്ക് പോലത്തെ ചില സ്കോറുകളൊക്കെ ഫീൽ ചെയ്ത് കുറേ ഡ്രംലോർ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഈ സിനിമ ബേസ് ചെയ്തിരിക്കുന്നത് ഒരു ഒക്കൾട്ട് ആയിട്ടുള്ള കുറേ പ്രാക്ടീസസും അതുപോലെ ഗ്രേവ് യാർഡ് ഡിഗേഴ്സിനെ പറ്റിയൊക്കെയാണ്. അത് കൊറിയയിൽ വേറൊരു പേരാണ് അവരെ വിളിക്കുന്നത്. ആ പേര് ഞാൻ മറന്നു എന്താണെന്നുള്ളത്. സംഭവം എക്സ്ഹ്യൂമേഷനെ പറ്റിയാണ്. അതായത് ഡിഗ് ചെയ്തിരിക്കുന്ന ഒരു അടക്കം ചെയ്ത ഒരാളെ അവിടെ നിന്ന് തിരിച്ചെടുത്തിട്ട് റീലൊക്കേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. നിങ്ങൾ മസ്റ്റായിട്ട് സിനിമ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സിനിമ ഓൾറെഡി ഇപ്പോൾ OTT അവൈലബിൾ ആണ്, നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ തിയേറ്ററിൽ കാണണം. കാരണം ഇതിൻ്റെ സൗണ്ട് ആൻഡ് വിഷ്വലിന് തന്നെ ഇതൊരു വലിയ കൈഡി അർഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ആക്ടിങ്, എല്ലാവരുടെ ആക്ടിങ് സൂപ്പറാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ട്രെയിൻ ടു ബുസാൻ്റെ തട്ട് താഴെ തന്നെ നിൽക്കും. എൻ്റെ മനസ്സിൽ ഇത് ട്രെയിൻ ടു ബുസാൻ ലെവലിൽ എത്തിയിട്ടില്ല. അത് എന്തായാലും ഞാനത് തുറന്നു പറയുന്നു. പക്ഷെ ഇതിൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് എൻ്റെ മനസ്സിൽ ഈ പടം നേടിയിട്ടുണ്ട്. അത് കാരണം ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഗ്രാഫാണ്. ഈ സിനിമ ഇങ്ങനെ തുടങ്ങണം. ആദ്യം ഞാൻ വിചാരിച്ച് ഇതാണോ കൊറിയയിൽ ഭയങ്കരമായിട്ട് ഓടിയ പടം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഇതങ്ങനെ ഞെട്ടിച്ച്. ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ ഇന്നത് നടക്കുമെന്ന് വിചാരിക്കും, ഇന്നത് നടക്കില്ല, വേറെ രീതിയിലാണ് പോണത്. ഇത് ജോണർ ഷിഫ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് തുടങ്ങുന്നിടത്തല്ല സാധനം തീരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഗ്രാഫ് വേറെ ലെവലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രഡിക്റ്റബിലിറ്റീനെ നശിപ്പിക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ, അങ്ങനത്തെ സിനിമകൾ എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഡയറക്ഷൻ. അതായത് ഞാൻ ഇന്നത് പ്രതീക്ഷിക്കുമ്പോൾ അല്ലടാ മോനെ ഇത് നീ സ്ഥിരം കാണുന്ന ഐറ്റം അല്ല എന്നും പറഞ്ഞുകൊണ്ട് മാറ്റിപ്പിടിക്കുന്ന സിനിമകളോട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള മൂവീസ് എനിക്ക് ഇഷ്ടമാണ്. ഇത് അങ്ങനത്തെ ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നു വിചാരിക്കുമ്പോൾ ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. പിന്നെ ഇത് ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള സിനിമയാണെന്ന്, ഒരു അത്യാവശ്യം വയലൻ്റ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. അത്യാവശ്യം നല്ല ഗോറി ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ട്. പക്ഷേ യൂഷ്വലുള്ള തായ് ഹൊറർ മൂവീസിലുള്ളത് അല്ലെങ്കിൽ കൊറിയൻ ഹൊറർ മൂവീസിലുള്ള അത്രയും ഗോറി സീൻസ് ഒന്നുമില്ല. കാരണം അതൊക്കെ ജംപ് സ്കെയർ ലെവലിൽ വരുന്നതാണ്. ഈ സിനിമ ജംപ് സ്കെയർ ലെവൽ ഓഫ് ഹൊററേ അല്ല. ഇത് ഞാൻ പറയാം, ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. ഹൊറർ എലമെന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കണ്ടിട്ട് പേടിച്ചു പോകുന്ന, നല്ല റിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനത്തെ ടൈപ്പ് ടെയിൽ ഓഫ് ടു സിസ്റ്റേഴ്സ് ടെയിൽ ഓഫ് ടു സിസ്റ്റേഴ്സിലും ജംപ് സ്കെയർ ഉണ്ട്. ഇതിൽ അങ്ങനെയില്ല. എന്നാലും ഇതൊരു ഹൊറർ എലമെന്റ്സ് ഉള്ള ഒരു സിനിമ തന്നെയാണ്. എന്നെ പേഴ്സണലി പടം നല്ലപോലെ ഇമ്പ്രസ് ചെയ്തു. വേറെ ലെവലിലേക്ക് നമ്മുടെ ട്രെയിൻ ടു ബുസാൻ്റെ ലെവലിലേക്ക് എത്തിയില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് എന്തുകൊണ്ടാണ് ഇത്രയധികം ഗ്രോസിങ് കാരണമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇതിൻ്റെ ഒരു യുണീക്നെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഡെഫിനറ്റ്ലി പിന്നെ ഇവരുടെ ഈ സ്റ്റാർഡം എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ക്വാളിറ്റി, ഇത് എടുത്തിരിക്കുന്ന IMAX ക്യാമറയിലാണെന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ എന്തിലാണെങ്കിൽ പോലും ഭയങ്കര ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഫിലിം മേക്കിങ്ങിൽ. പിന്നെ എന്താണെന്നറിയില്ല, ഈ കൊറിയൻ മൂവീസ്, തായ് മൂവീസ് കാണുമ്പോൾ
അതിൽ അതിൻ്റെ ഒരു ഫീല്, അവരുടെ ആ ഒരു ഈവൻ ഫുഡ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ലാൻഡ്സ്കേപ്പ് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ഇമ്പ്രസ്ഡ് ആവും. പിന്നെ ഈ സിനിമയുടെ കളർ ടോൺ അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞല്ലോ 1.90:1 റേഷ്യോയിലായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ തിയേറ്റർ മാറിപ്പോയി. ഇത് നമ്മുടെ ഫോർമോളിൽ ഇട്ടിരിക്കുന്ന തിയേറ്റർ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ 7-ലാണ്. പക്ഷെ ഞാൻ എൻ്റെ സിനിമ കണ്ടതിന് ശേഷം ഞാൻ അവരുടെ ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് സ്ക്രീൻ 6-ലിടണമെന്ന്. കാരണം സ്ക്രീൻ 6 ഈ പറയുന്ന ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. അതായത് 1.90:1 ടൈപ്പ് സ്ക്രീനാണ്. സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ 4:3 മോഡൽ ടൈപ്പ് ഓഫ് സ്ക്രീനാണ്. പക്ഷെ ഞാൻ കണ്ടത് 16:9 റേഷ്യോ സ്ക്രീനിലാണ് കണ്ടത്. അപ്പോൾ രണ്ട് സൈഡിലും പില്ലർ ബോക്സിംഗ് ഉണ്ടായിരുന്നു, അതായത് രണ്ട് സൈഡിലും ബ്ലാക്ക് ഉണ്ടായിരുന്നു. ഇത് കൂടാതെ വിഷ്വലി മുകളിൽ ഇങ്ങനെ കുറച്ച് ടിൽറ്റഡ് ആയിരുന്നു. അപ്പോൾ എനിക്കത് ഐമാക്സ് സ്ക്രീന് വേണ്ടിയാണ് ചെയ്തത്. കാരണം ഐമാക്സിൻ്റെ സ്ക്രീൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ കർവ്ഡ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന റേഷ്യോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഇത് ഫുൾ സ്ക്രീനായിട്ട് നിറഞ്ഞിരിക്കുന്ന കണ്ട ആൾക്കാർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഫോർമോളിൽ തന്നെ ഒന്നെങ്കിൽ ലക്സ് ഷോ ഉണ്ട് വൈകുന്നേരം. ആ ലക്സ് ഇട്ടിരിക്കുന്ന സ്ക്രീൻ 3 ആണെന്ന് തോന്നുന്നു, ഐ ബിലീവ്. അത് ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. സ്ക്രീൻ 6 ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. പിന്നെ നമ്മുടെ സ്ക്രീൻ 4 PXL ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. അപ്പോൾ അവിടേക്കാണ് ഇത് ഇടേണ്ടത്. പക്ഷേ ഇത് കൊണ്ട് ഇട്ട സ്ക്രീൻ മാറിപ്പോയി ഫോർമോളിൽ. ഈ സിനിമ അടിപൊളി തന്നെയാണ്, അതിൽ ഒരു ഡൗട്ടും വേണ്ട. ഇതിനകത്ത് കുറേ മൊമെന്റ്സ് ഉണ്ട് എൻ്റെ മോനെ. പിന്നെ ഈ സിനിമയിൽ എപ്പോഴൊക്കെ ജാപ്പനീസ് ഡയലോഗ് വരുന്നോ അപ്പോഴൊക്കെ എനിക്ക് രോമാഞ്ചം വരുന്നത്. എനിക്ക് എന്തോ ശരിക്കും ഗോസ്റ്റ് ഓഫ് സുഷീമ ലെവല് അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് ഇതിനകത്ത് കിട്ടിയത്. പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് എന്താണെന്നത് പറയാൻ പറ്റില്ല, കാരണം അത് കട്ട സ്പോയിലറായി പോകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങൾ ഈ സിനിമ കാണാൻ പോകണം പിന്നെ തീർച്ചയായിട്ടും വിളിച്ച് ചോദിക്കുക നമ്മുടെ സബ് ടൈറ്റിൽ ഉണ്ടോ എന്നുള്ള. അല്ലെങ്കിൽ നിങ്ങൾ പെടും. ഒന്നാമത് കൊറിയൻ ലാംഗ്വേജ് ആണ്, അതിനകത്ത് വല്ലപ്പോഴും ഇംഗ്ലീഷ് വരുന്നുള്ളത്, അല്ലാത്ത സമയത്ത് ജാപ്പനീസാണ് വരുന്നത്. സെക്കൻഡ് ഹാഫിലൊക്കെ കുറേ ജാപ്പനീസ് ഡയലോഗുകളൊക്കെ ഉണ്ട്. ഒരു നല്ലൊരു ക്യാരക്ടർ ഗ്രാഫുള്ള ഒരു സിനിമ. എക്സലൻറ്റ് മേക്കിംഗ്, സ്റ്റുപ്പൻഡസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, വേറെ സീനായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ ഇതിനകത്തുള്ള VFX എന്ത് ക്വാളിറ്റി ആയിരുന്നു അറിയാമോ? എൻ്റെ മുന്നേ കിടിലൻ VFX ആയിരുന്നു, കിടിലൻ. ആ VFXന് ഒത്ത് കിടിലൻ സൗണ്ട് ഡിസൈനും. ദിസ് ഫിലിം ഇസ് ബ്ലൂമിങ് വിത്ത് ക്വാളിറ്റി. അതും പറയാതിരിക്കാൻ വയ്യ. എന്തായാലും എൻ്റെ മനസ്സിലെ ബെസ്റ്റ് കൊറിയൻ മൂവീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അൺഡൗട്ടഡ്ലി ടെയിൽ ഓഫ് 2 സിസ്റ്റേഴ്സ്, ഓൾഡ് ബോയ്, ഐ സോ ദ ഡെവിൾ, പിന്നെ ട്രെയിൻ ടു ബുസാൻ. എനിക്ക് വേറൊരു സ്ഥാനമുണ്ട്. ഓൾഡ് ബോയ് എന്ന് പറഞ്ഞാൽ ഒരു തവണ കാണാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു സിനിമ. അതായത് നമ്മളിങ്ങനെ വല്ലാണ്ട് മനസ്സ് മടുപ്പിച്ചിട്ടല്ല, നമ്മളെ വെറുപ്പിച്ച് കളയുന്ന ഒരു സിനിമ. അത് അത്രയും കിടിലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന പടമാണ്. പക്ഷെ അതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇൻഡൈജസ്റ്റബിളാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ സിനിമ ഉണ്ടായാലും മനസ്സിലാവുള്ളൂ. അതായത് നമ്മുടെ ആജന്മ ശത്രുവിന് പോലും ഇങ്ങനൊരു ഗതികേട് വരരുത്, ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവരുതെന്ന് നമ്മൾ വിചാരിച്ചു പോകുന്ന ലെവലിൽ ഒരു വെഞ്ചൻസ് പടമാണ്. അങ്ങനെ അതുപോലത്തെ ഒരു റിവെഞ്ചാണ്. എൻ്റെ പൊന്നെ, അത് ആരോടും ചെയ്യരുതെന്ന് വിചാരിച്ചു അങ്ങനത്തെ സാധനമാണ്. എന്തായാലും ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, അനുപയ്ക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. കൂടെ വന്ന കുഞ്ഞൻ ആനന്ദ്, ഞങ്ങളുടെ കസിനും ഭയങ്കര ഇഷ്ടമായി. അടിപൊളി പടമായിരുന്നു, ഒന്നും പറയാനില്ല, കിട്ടില്ല. ഇത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ OTTയിൽ കാണാം. പക്ഷേ മേക്ക് ഷുവർ യു വാച്ച് ഇറ്റ് ഇൻ എ ഗ്രേറ്റ് ഹെഡ്ഫോണിൽ കാണാം. അല്ലെങ്കിൽ ഒരു നല്ല സൗണ്ട് സിസ്റ്റം, അടിപൊളി സൗണ്ട് സിസ്റ്റം വീട്ടിലാണെങ്കിൽ അങ്ങനെ ഇരുന്ന് കാണാൻ ശ്രമിക്കുക. പ്രിഫേർഡ് ഹെഡ്ഫോൺസ് ആണ്, കാരണം എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു സ്കോർ അത്ര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. തിയേറ്ററിൽ കാണണമെന്നാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. നിങ്ങളോട് എൻ്റെ ഫസ്റ്റ് സജഷൻ അത് തന്നെയാണ്, തിയേറ്ററിൽ കാണണം എന്നുള്ളത്. എന്തായാലും ഈ സിനിമ എന്നോട് കാണാൻ പറഞ്ഞ എല്ലാവരോടും വലിയൊരു നന്ദി ഞാൻ അറിയിക്കുന്നു. സൂപ്പർ മൂവി, ക്വാളിറ്റിയുടെ കൊറിയൻ മൂവി എന്തുകൊണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ വേറെ എവിടെ നിൽക്കണം എന്നുള്ള ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മാത്രമല്ല, ഒരുപാട് ഇഷ്ടംപോലെ കൊറിയൻ മൂവീസ് ഉണ്ട്, അടിപൊളി സിനിമകളൊക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നാളെ വേറെ വീഡിയോ കാണാം. ഏറ്റവും കൂടുതൽ പേര് പോൾ ചെയ്തത് അരമനൈ 4 കാണാൻ വേണ്ടിയിട്ടാണ്. ടിക്കറ്റ് കിട്ടാനില്ലടേ, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ടിക്കറ്റ് കിട്ടിയില്ല, ഇന്നും ടിക്കറ്റ് ഇല്ല, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. നാളെ എന്തായാലും സിനിമ കണ്ടിട്ട് അഭിപ്രായം ഇട്ടേക്കാം. അപ്പോൾ ശരി, ബൈ ബൈ, ടാറ്റ.